ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കേരളം അടിസ്ഥാന വസ്തുതകളാണ്. കേരളത്തെക്കുറിച്ച് നമ്മൾ മത്സര പരീക്ഷകളിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായൊരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. 1956 നവംബർ 1 കേരളം രൂപീകൃതമാകുന്നത്. കേരളത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ എന്ന് പഠിച്ചാൽ മതി. 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. ഇനി നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനം നമുക്കറിയാം, തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനമാക്കാം എന്ന് നിർദ്ദേശിച്ച വ്യക്തി ആരാണെന്നറിയാമോ? നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാക്കാം എന്ന് ഒരു നിർദ്ദേശം വെച്ച വ്യക്തിയാണ് ആര്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. ഇനി നമ്മുടെ കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങളാണ് തമിഴ്നാട്, കർണാടകം ഒക്കെ നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇനി ഇതിൻ്റെ തീരദേശ ദൈർഘ്യം, കേരളത്തിൻ്റെ കടൽ തീരം എത്ര കിലോമീറ്ററാണ്? പ്രീവിയസ് ആണ്. കേരളത്തിൻ്റെ കടൽ തീരം എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണെന്നറിയാമോ? 580 കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ കടൽ തീരം എന്ന് പറയുന്നത് എത്ര കിലോമീറ്ററാണ്? 580 കിലോമീറ്ററാണ്. ഇനി തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് എത്രയാണ്? കേരളത്തിൻ്റെ ഏറ്റവും മുകൾ മുതൽ താഴെ വരെ ഉള്ളത് തെക്ക് വടക്ക്. വടക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും മുകൾ ഭാഗം, ഉത്തര കേരളം, ദക്ഷിണ കേരളം എന്നൊക്കെ പറയത്തില്ല. അപ്പം തെക്ക് വടക്ക് ദൈർഘ്യം എന്ന് പറയുന്നത് 560 കിലോമീറ്ററാണ്. 560 കിലോമീറ്ററാണ്. ഇനി നമ്മൾ വിസ്തീർണം എത്രയാണെന്നാണ് പറഞ്ഞേ? 38,863 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീർണം എന്ന് പറഞ്ഞല്ലേ? 38,863 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീർണം എന്ന് പറഞ്ഞു. ഈ വിസ്തീർണം എന്നത് ഇന്ത്യയുടെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് എന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. കേരളത്തിൻ്റെ വിസ്തീർണം ഇന്ത്യയുടെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് അറിയാവുന്നവരുണ്ടോ? എത്രയെന്നറിയാമോ? 1.18%. 1.18%. കേരളത്തിലെ ജനസംഖ്യ ഏകദേശം 3 കോടിക്ക് മുകളിൽ വരും കേട്ടോ. 3 കോടിക്ക് മുകളിൽ വരും. അത് 2011 സെൻസസ് അനുസരിച്ചാണ്. 3 കോടിക്ക് മുകളിലാണ്. 3,33,00,000 അങ്ങനെ ആ ഒരു റേഞ്ചിൽ വരും. കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? 2.76%. 2.76% ആണ്. 2.76% ആണ്. ഓക്കെ, അപ്പോൾ കേരളം രൂപീകൃതമായത് 56 നവംബർ 1. വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863. ഇത് ഇന്ത്യയുടെ വിസ്തീർണത്തിൻ്റെ 1.18%. ഇനി കടൽ തീരം 580 കിലോമീറ്ററാണ്. തെക്ക് വടക്കാണെങ്കിൽ 560 പിന്നെ കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ 2.76% ആണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് കേരളത്തിലെ ജില്ലകൾ എത്രയാണ്? 14 ജില്ലകളാണ്. കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണമോ? കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിൽ 77 താലൂക്കുകളാണുള്ളത്. കേരളത്തിൽ എത്ര താലൂക്കുകളുണ്ട്? 77 താലൂക്കുകളാണുള്ളത്. ഗ്രാമപഞ്ചായത്ത് എത്ര എണ്ണമാണ്? 77. ഗ്രാമപഞ്ചായത്തുകൾ എത്ര എണ്ണമാണെന്നറിയാമോ? ഗ്രാമപഞ്ചായത്തുകൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കേരളത്തിലെ താലൂക്കുകൾ 77 പഠിച്ചു. ഗ്രാമപഞ്ചായത്തുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 941 ഗ്രാമപഞ്ചായത്താണ്. എത്രയാണ്? 941 ഗ്രാമപഞ്ചായത്തുകളാണ്. ബ്ലോക്ക് പഞ്ചായത്ത് എത്ര എണ്ണമാണ്? ബ്ലോക്ക് പഞ്ചായത്ത് 152 ബ്ലോക്ക് പഞ്ചായത്താണുള്ളത്. താലൂക്കുകൾ 77, ബ്ലോക്ക് പഞ്ചായത്ത് 152, ഗ്രാമപഞ്ചായത്ത് 941. ജില്ലാ പഞ്ചായത്തുകൾ എത്ര എണ്ണമാണ്? ജില്ലകൾ എത്രയാണോ അത് തന്നെയല്ലേ ജില്ലാ പഞ്ചായത്ത് വരത്തുള്ളൂ. 14. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് 14, താലൂക്ക് 77, ഗ്രാമപഞ്ചായത്ത് 941, ബ്ലോക്ക് പഞ്ചായത്ത് 152.
മുനിസിപ്പാലിറ്റികൾ എത്ര എണ്ണമാ? മുനിസിപ്പാലിറ്റികൾ, കേരളത്തിലെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എത്ര? PSCയുടെ ക്വസ്റ്റ്യൻ. 87 മുനിസിപ്പാലിറ്റികളാണ് കേരളത്തിൽ ഉള്ളത്. എത്ര എണ്ണമാണ്? 87. കോർപ്പറേഷൻ 6 എണ്ണമാണ്. റവന്യൂ ഡിവിഷൻ എത്ര ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. റവന്യൂ ഡിവിഷൻ എത്ര എണ്ണമാണ്? റവന്യൂ ഡിവിഷൻ 27 റവന്യൂ ഡിവിഷനുണ്ട്. 27 റവന്യൂ ഡിവിഷനുണ്ട്. കണ്ടോൺമെൻറ്റ് ഒരെണ്ണമാണ്, കണ്ണൂരാണ്. കണ്ടോൺമെൻറ്റ് എത്ര എണ്ണമാണ്? കണ്ടോൺമെൻറ്റ് എത്ര എണ്ണമുണ്ട്? ഒരെണ്ണം, അത് കണ്ണൂരാണ്. ഇനി കേരളത്തിലെ ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എത്ര എണ്ണം? കേരളത്തിൽ ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എത്ര എണ്ണമാണെന്ന് ചോദിച്ചാൽ അത് 1200 എണ്ണമാണ് ഉള്ളത്. ജില്ലകൾ 14, താലൂക്ക് 77, ഗ്രാമപഞ്ചായത്ത് 941, ഇനി ബ്ലോക്ക് പഞ്ചായത്ത് 152, ജില്ലാ പഞ്ചായത്ത് 14, മുനിസിപ്പാലിറ്റി 87, കോർപ്പറേഷൻ 6, റവന്യൂ ഡിവിഷൻ 27, കണ്ടോൺമെൻറ്റ് ഒരെണ്ണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാകെ 1200 കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട്. ചെറുതോ? കേരളത്തിലെ ചെറിയ ജില്ലയാണ് ആലപ്പുഴ. ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ലയോ? കേരളത്തിലെ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം. ജനസംഖ്യ കുറവാണെങ്കിൽ അത് ഇടുക്കിയാണ്. കേരളത്തിലെ വലിയ ജില്ല പാലക്കാട്, ചെറുത് ആലപ്പുഴ. വലിയ ജനസംഖ്യ കൂടിയ ജില്ലയാണ് മലപ്പുറം. ജനസംഖ്യ കുറവ് വയനാടാണ്. ഇനി കേരളത്തിൽ ജനസാന്ദ്രത കൂടിയ ജില്ല എന്ന് ചോദിച്ചു. ജനസാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ? ഇത്ര ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ ആളുകൾ താമസിക്കുകയാണ്. കുറച്ച് സ്ഥലമാണ്, പക്ഷെ കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുക. അതാണ് ജനസാന്ദ്രത എന്ന് പറയുന്നത്. കേരളത്തിൽ ജനസാന്ദ്രത കൂടിയ ജില്ല ഏതായിരിക്കും? അപ്പം കേരളത്തിലെ ജനസാന്ദ്രത കൂടിയ ജില്ല അത് തിരുവനന്തപുരമാണ്. ജനസാന്ദ്രത കുറഞ്ഞ ജില്ലയാണ് അത് ഇടുക്കിയാണ്. ജനസംഖ്യ കൂടുതൽ മലപ്പുറം, ജനസംഖ്യ കുറവ് വയനാട്, ജനസാന്ദ്രത കൂടുതൽ തിരുവനന്തപുരം, ജനസാന്ദ്രത കുറവ് ഇടുക്കിയാണ്. ഇനി കേരളത്തിലെ വടക്കേ അറ്റത്തെ പഞ്ചായത്ത് ഏതാ? കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ പഞ്ചായത്താണ് മഞ്ചേശ്വരം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ പഞ്ചായത്ത് മഞ്ചേശ്വരമാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ പഞ്ചായത്ത് ഏതാ? തെക്കേ അറ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ ഭാഗം, അത് പാറശാല. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ പഞ്ചായത്താണ് മഞ്ചേശ്വരം, തെക്കേ അറ്റത്തെ പഞ്ചായത്താണ് പാറശാല. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാ? കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം അത് പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാറാണ്. ചെറിയ വന്യജീവി സങ്കേതം ചോദിച്ചാലാണ് അത് മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതമാണ് മംഗളവനം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദി, കേരളത്തിലാകെ 44 നദികളാണ് ഉള്ളത്. അതിനകത്ത് വടക്കേ അറ്റത്തെ നദി, അതൊക്കെ നമുക്ക് ടോപ്പിക്ക് വെച്ച് പഠിക്കാം കേട്ടോ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം. തെക്കേ അറ്റത്തെ നദിയാണെങ്കിൽ അത് നെയ്യാറാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം, തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാറ്. തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാറ്. ഇനി കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ പഞ്ചായത്ത് ഏതാണെന്നാണ് പറഞ്ഞേ? മാറിപ്പോവരുത്. വടക്കേ അറ്റത്തെ പഞ്ചായത്തും മഞ്ചേശ്വരമാണ്. തെക്കേ അറ്റത്തെ പഞ്ചായത്ത് പാറശാല. കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം, നമുക്കേ ഇന്ത്യയിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണവും കേരളത്തിലെ കടൽ തീരമുള്ള ജില്ലകളുടെ ഇന്ത്യയിൽ കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം കേട്ടോ. ഇന്ത്യയിൽ കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണവും കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണവും ഒന്ന് തന്നെയാണ്. ഏതാപ്പം? 9. അപ്പോൾ നമ്മളോട് PSC ചോദിക്കുകയാണ്, ഇന്ത്യയിൽ കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര? ആൻസർ 9. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണ്? 9. അപ്പോൾ കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ എത്ര എണ്ണേ ആകത്തുള്ളൂ? ആകെ 14 ജില്ല, 9 കടൽ തീരമുണ്ട്. ബാക്കി 5 കടൽ തീരം ഇല്ല. ഈ കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ ഉറപ്പായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. PSC ചോദിക്കുക എങ്ങനെ? താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതെന്ന് ചോദിക്കും. കടൽ തീരമില്ലാത്ത ജില്ല ഏത്? ജില്ലയെന്ന് ചോദിക്കത്തുള്ളൂ, ഒറ്റ വരത്തുള്ളൂ. എന്നിട്ട് കടൽ തീരം ഉള്ളതും കടൽ തീരം ഇല്ലാത്തതും തരും.
നമ്മൾ ഓർത്ത് വെക്കുക. ഏതൊക്കെ ജില്ലയ്ക്കാണ് ഇല്ലാത്തതെന്നറിയാമോ? ഏതൊക്കെയായാലും മലകൾ കൂടുതലുള്ളത് വയനാടും ഇടുക്കി. അപ്പോൾ ഇടുക്കിക്കും വയനാടിനും കടൽ തീരം ഇല്ലെന്ന് ഉറപ്പല്ലേ? ഇടുക്കിക്കും വയനാടിനും എന്തില്ല? കടൽ തീരം ഇല്ല. ഇടുക്കിയുടെ തൊട്ടടുത്താണല്ലോ കോട്ടയം. അപ്പോൾ കോട്ടയത്തിനുമില്ല. ഇടുക്കിക്കില്ല, വയനാടിനില്ല, കോട്ടയത്തിനില്ല. ഇടുക്കി, വയനാട്, കോട്ടയം. പിന്നെ ഉള്ളത് പത്തനംതിട്ടയും പാലക്കാടുമാണ്. പിന്നെ ഉള്ളത് പത്തനംതിട്ടയും പാലക്കാടും. അപ്പോൾ കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കി, വയനാട്, കോട്ടയം, പത്തനംതിട്ട, പാലക്കാട്. പത്തനംതിട്ടയും പാലക്കാടും. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ കേരളത്തിൽ റെയിൽവേ പാത ഇല്ലാത്ത ജില്ല ഏതാണെന്ന് ചോദിച്ചാലോ? കേരളത്തിൽ റെയിൽവേ പാത ഇല്ലാത്ത ജില്ല ഏതായിരിക്കും? മലകളൊക്കെ ഉള്ളത് എവിടെ ആയിരിക്കും? ഇടുക്കിയും വയനാടുമാണല്ലേ. ഇടുക്കിക്കും വയനാടിനും എന്തില്ല? റെയിൽവേ പാതകൾ ഇല്ല. ഇനി നമുക്ക് നോക്കാം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം. നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം. സാംസ്കാരിക തലസ്ഥാനം എന്ന് എടുത്തു ചോദിച്ചാൽ ആൻസർ തൃശ്ശൂരാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം ഏതാ? കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം അത് എറണാകുളമാണ്. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ ഏതാ? കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ പഞ്ചായത്ത് ബാല അത് നെടുമ്പാശ്ശേരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ പഞ്ചായത്ത് ഏതാണ്? നെടുമ്പാശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് ശിശു ബാലസൗഹൃദ പഞ്ചായത്താണ് നെടുമ്പാശ്ശേരി. ബാലസൗഹൃദ. ശിശു സൗഹൃദ എന്ന് ചോദിച്ചാൽ അത് വെങ്ങാനൂരാണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് ഏതാണ്? അത് വെങ്ങാനൂരാണ്. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാ? ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം നമ്മൾ പറഞ്ഞു മംഗളവനം എറണാകുളമാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമാണ്. ഇമ്പോർട്ടൻ്റ് ആണത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളവനം എറണാകുളം. കേരളത്തിലെ മയിലുകൾക്ക് വേണ്ടി ഒരു സംരക്ഷണ കേന്ദ്രമുണ്ട്. അതെവിടാ? കേരളത്തിൽ മയിലുകൾക്ക് വേണ്ടി ഒരു സംരക്ഷണ കേന്ദ്രമുണ്ട്. അതേതാണെന്നറിയാമോ? ചൂലന്നൂരാണ്. ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാ? കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളമാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളിമണ്ണ് നിക്ഷേപമുള്ള പ്രദേശമോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളിമണ്ണ് കാണപ്പെടുന്നത് കുണ്ടറയാണ്. കുണ്ടറ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളിമണ്ണ് നിക്ഷേപമുള്ള പ്രദേശം കുണ്ടറയാണ്. കറുത്ത മണ്ണോ? എല്ലാവർക്കും അറിയത്തില്ലേ കറുത്ത മണ്ണ്? ചിറ്റൂരാണ്. പാലക്കാട് ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. അവിടെ പാലക്കാട് ജില്ലയിൽ പരുത്തി കൃഷി ഉണ്ടല്ലേ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശമാണ് ചിറ്റൂര്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്നതോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്നത് വാളയാറാണ്. പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട്, ചെറുത് ആലപ്പുഴ, ജനസംഖ്യ കൂടുതൽ മലപ്പുറം, ജനസംഖ്യ കുറവ് വയനാട്, ജനസാന്ദ്രത കൂടുതൽ തിരുവനന്തപുരം, ജനസാന്ദ്രത കുറവ് ഇടുക്കി. കേരളത്തിലെ വടക്കേയറ്റത്തെ നദി മഞ്ചേശ്വരം പുഴയാണ്. തെക്കേയറ്റത്തെ നദി നെയ്യാറാണ്. വടക്കേയറ്റത്തെ പഞ്ചായത്താണ് മഞ്ചേശ്വരം. തെക്കേയറ്റത്തെ പഞ്ചായത്താണ് പാറശാല. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാറാണ്. ചെറുതാണെങ്കിലും മംഗളവനമാണ്. കടൽ തീരമുള്ള ജില്ലകൾ കേരളത്തിൽ 9 എണ്ണം. കടൽ തീരമില്ലാത്തത് 5 എണ്ണമാണ്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് കടൽ തീരം ഇല്ലാത്തത്? ഇടുക്കി, വയനാട്, കോട്ടയം, പത്തനംതിട്ട, പാലക്കാട്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളമാണ്. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ പഞ്ചായത്താണ് നെടുമ്പാശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്താണ് വെങ്ങാനൂർ. ചെറിയ പക്ഷി സങ്കേതം മംഗളവനം എറണാകുളം. ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ചൂലന്നൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാടാണ്. ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാട് എറണാകുളമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളിമണ്ണ് നിക്ഷേപമുള്ള പ്രദേശമാണ് കുണ്ടറ.
കറുത്ത മണ്ണ് കാണപ്പെടുന്നത് ചിറ്റൂരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്ന പ്രദേശം എവിടാണ്? അത് വാളയാറാണെന്ന് ഓർത്തു വെക്കുക. ഇനി നമുക്ക് നോക്കാം കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം, വൃക്ഷം, പക്ഷി അതൊക്കെ ഇല്ലേ? അപ്പോൾ അതൊക്കെ നോക്കാവേ. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏതാ? കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം അത് കണിക്കൊന്നയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന. ഔദ്യോഗിക വൃക്ഷം ഏതാ? തെങ്ങാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന. ഈ കണിക്കൊന്നയുടെ ശാസ്ത്രനാമം കാഷ്യോ ഫിസ്റ്റുല. കണിക്കൊന്നയുടെ ശാസ്ത്രനാമമാണ് കാഷ്യോ ഫിസ്റ്റുല. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷമാണ് തെങ്ങ്. തെങ്ങിൻ്റെ ശാസ്ത്രനാമം എന്താണ്? കൊക്കോസ് ന്യൂസിഫെറ. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷമാണ് തെങ്ങ്. തെങ്ങിൻ്റെ ശാസ്ത്രനാമം എന്താണ്? കൊക്കോസ് ന്യൂസിഫെറ. ഇനി കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. ഇതിൻ്റെ ശാസ്ത്രനാമം എന്താ? ബ്യൂസിറസ് ബൈക്കോർണിസ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. ഇതിൻ്റെ ശാസ്ത്രനാമം എന്താണ്? ബ്യൂസിറസ് ബൈക്കോർണിസ്. ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന കാഷ്യോ ഫിസ്റ്റുല. ഔദ്യോഗിക വൃക്ഷം തെങ്ങ് കൊക്കോസ് ന്യൂസിഫെറ. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ ബ്യൂസിറസ് ബൈക്കോർണിസ്. ഔദ്യോഗിക മൃഗമാണ് ആന. ആനയുടെ ശാസ്ത്രനാമം എന്താ? എലഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ആനയുടെ ശാസ്ത്രനാമം എന്താണ്? എലഫസ് മാക്സിമസ് ഇൻഡിക്കസ് ആണ്. എലഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ. കരിമീൻ്റെ ശാസ്ത്രനാമം എന്താ? എട്രോപ്ലസ് സുരാറ്റനെൻസിസ്. എട്രോപ്ലസ് സുരാറ്റനെൻസിസ് ആണ് കരിമീൻ്റെ ശാസ്ത്രനാമം. എട്രോപ്ലസ് സുരാറ്റനെൻസിസ്. ഔദ്യോഗിക പാനീയമോ? ടെൻഡർ കോക്കനട്ട് ഓയിൽ അല്ലേ? അപ്പം കരിക്കിൻ വെള്ളമാണ് നമ്മുടെ ഔദ്യോഗിക പാനീയം. ഔദ്യോഗിക ഫലമാണ് ചക്ക. ചക്കയുടെ ശാസ്ത്രനാമം എന്തായാലും അറിഞ്ഞിരിക്കണം, മറന്നു പോകരുത്. ആർട്ടോകാർപ്പസ് ഹെറ്ററോഫിലസ് ആണ്. ആർട്ടോകാർപ്പസ് ഹെറ്ററോഫിലസ് ആണ്. എന്തിൻ്റെ ശാസ്ത്രനാമം? ചക്കയുടെ. ചക്ക ഇതിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതും. ചക്കയെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചത് 2018 മാർച്ച് 21. 2018 മാർച്ച് 21. 2018 മാർച്ച് 21 എന്നുള്ളത് ഒരു കാരണവശാലും മറന്നു പോകരുത്. ഇനി ഔദ്യോഗിക ചിത്രശലഭമാണ് ബുദ്ധമയൂരി. ഔദ്യോഗിക ചിത്രശലഭമാണെന്ത്? ബുദ്ധമയൂരി. പാപ്പിലിയോ ബുദ്ധ എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം കേട്ടോ. പാപ്പിലിയോ ബുദ്ധ. കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ താലൂക്ക് ഏതാ? കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ താലൂക്ക് ഏതാണ്? മഞ്ചേശ്വരമാണ്. തെക്കേയറ്റത്തെ താലൂക്കോ? നെയ്യാറ്റിക്കര. വടക്കേയറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം. നമ്മൾ നേരത്തെ പഠിച്ചനാ കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ പഞ്ചായത്തും മഞ്ചേശ്വരമാണ്, താലൂക്കും മഞ്ചേശ്വരമാണ്. താലൂക്ക് എത്ര എണ്ണമാണെന്ന് പഠിച്ചായിരുന്നു? 77 താലൂക്കാണ് കേരളത്തിലാകെ ഉള്ളത്. കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം, തെക്കേയറ്റത്തെ താലൂക്കാണ് നെയ്യാറ്റിൻകര. കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ പഞ്ചായത്താണ് മഞ്ചേശ്വരം, തെക്കേയറ്റത്തെ പഞ്ചായത്താണ് പാറശാല. അപ്പോൾ ഔദ്യോഗിക പുഷ്പം ഒന്നുകൂടെ ഞാനത് പറയാം. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏതായിരുന്നു? കണിക്കൊന്ന. ശാസ്ത്രനാമം കാഷ്യോ ഫിസ്റ്റുല. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്. തെങ്ങിൻ്റെ ശാസ്ത്രനാമം കൊക്കോസ് ന്യൂസിഫെറ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. ശാസ്ത്രനാമം ബ്യൂസിറസ് ബൈക്കോർണിസ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗമാണ് ആന. എലഫസ് മാക്സിമസ് ഇൻഡിക്കസ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. എട്രോപ്ലസ് സുരാറ്റനെൻസിസ്. ശാസ്ത്രനാമമൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. എട്രോപ്ലസ് സുരാറ്റനെൻസിസ്. ഔദ്യോഗിക പാനീയമാണ് കരിക്കിൻ വെള്ളം. ഔദ്യോഗിക ഫലമാണ് ചക്ക. ചക്കയുടെ ശാസ്ത്രനാമം ആർട്ടോകാർപ്പസ് ഹെറ്ററോഫിലസ്. 2018 മാർച്ച് 21 ചക്കയെ ദേശീയ ഫലമായിട്ട് കേരളം പ്രഖ്യാപിച്ചത്. ഔദ്യോഗിക ചിത്രശലഭമാണ് പാപ്പിലിയോ ബുദ്ധ എന്ന പേരിൽ അറിയപ്പെടുന്ന, എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ബുദ്ധമയൂരി. പാപ്പിലിയോ ബുദ്ധ പ്രീവിയസ് ആണ്, ചോദിച്ചിട്ടുണ്ട്.
വടക്കേറ്റത്തെ താലൂക്കാണോ മഞ്ചേശ്വരം? തെക്കേറ്റത്തെ താലൂക്കാണ് നെയ്യാറ്റിൻകര. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് ഇന്നത്തെ ടോപ്പിക്കായിട്ട് തരുന്നത് കേട്ടോ. ബാക്കി കേരളവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഞാൻ തരാവേ. പുതിയൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.